ഹായ് കിരഡ് ജയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കിരഡ്സ് 2026 എയർഫോഴ്സ് 01/2027 ഇൻടേക്കിൻ്റെ മെഡിക്കൽ അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ കാണുക. മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ട്രേഡ് തന്നെ അഗ്നിവീർ അല്ല, ഇത് പെർമനന്റ് ജോബാണ്. അപ്പോൾ എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും വീഡിയോ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. നല്ല പല വേക്കൻസിയും ഉണ്ട് ഇവിടെ. ഇന്ത്യൻ ആർമിയുടെ ആർമി നേഴ്സിംഗ് എന്നൊരു ട്രേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയും കൂടുതൽ വേക്കൻസിയാണ് മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കിരഡ്സ് 2026 തന്നെ എയർഫോഴ്സ് ആണ് ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ അസിസ്റ്റന്റിനോടൊപ്പം തന്നെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിന്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. MA എന്ന ട്രേഡിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിന്റെയും മെഡിക്കൽ അസിസ്റ്റന്റിന്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ജനുവരി 19 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോയുടെ അവസാനം ഞാൻ കോഴ്സ് ഡീറ്റെയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് ഔട്ട് ആയിരിക്കുന്നത്. പെർമനന്റ് റാലിയാണ്. എന്താണ് എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്? പെർമനന്റ് റാലിയാണ്. ഇവിടെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏജ് ലിമിറ്റും കുറച്ച് കൂടുതലുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡിപ്ലോമ ആൻഡ് BSc ഇൻ ഫാർമസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇൻടേക്ക് 01/2027 ഇൻടേക്ക്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പേജ് കാണാം. ഇവിടെ നിങ്ങൾക്ക് എയർമാൻ കാണാം, അതുപോലെ തന്നെ അഗ്നിവീർ വായു കാണാം. അഗ്നിവീർ വായു എന്ന് പറയുന്നത് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിന്റെ ആണ്. മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന എയർമാൻ എന്ന ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കി അപ്ഡേറ്റഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ നോട്ടിഫിക്കേഷനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്ക് ആൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം, പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് ഓൺലി ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കുട്ടികളെ. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് 12 ജനുവരിയിലാണ്. അതായത് ഇന്നലെ മുതൽ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യുക. ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. നാളെ തന്നെ ഞാൻ ഫോം ഫില്ലിങ്ങിന്റെ അപ്ഡേറ്റഡ് വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് കുട്ടികളെ 1 ഫെബ്രുവരി ആണ്. ഈ ഡേറ്റ് മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇനി നമുക്ക് എക്സാം ഡേറ്റ് നോക്കാം. കുട്ടികളെ, നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് 2026 മാർച്ച് 30 ആൻഡ് 31 ആണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അറിയാം, ഇനി നിങ്ങളുടെ എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് അറൗണ്ട്ലി 73 to 75 ഡേയ്സ് ലഭിക്കുന്നുണ്ട്. നല്ലപോലെ പഠിച്ചു തുടങ്ങിയാൽ ഈസി ആയിട്ട് ഈ ഒരു ജോബ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത് 01/2027 ഇൻടേക്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയെന്ന് മനസ്സിലായി, എക്സാം ഡേറ്റും മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 12th ജനുവരി മുതലാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 1 ഫെബ്രുവരി ആണ്. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 30 ആൻഡ് 31 ആണ്. പിന്നെ കുട്ടികൾ, നിങ്ങളുടെ PSL ലിസ്റ്റ് വരാൻ പോകുന്നത് 14 നവംബറിനാണ്. എൻറോൾമെന്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് 1 ഡിസംബറിനാണ്. ഈ രണ്ട് കാര്യങ്ങളുടെയൊക്കെ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്ന അപ്ഡേറ്റുകളാണ്. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഈ വർഷത്തോടെ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റുന്നതായിരിക്കും. കേരറ്റ്സ്, ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ആണ് 10+2 ലെവൽ ആൻഡ് സെക്കൻഡ് ആണ് ഡിപ്ലോമ BSc ഇൻ ഫാർമസി ലെവൽ. നിങ്ങൾ 10+2 കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 ജനുവരി 2006 1 ജനുവരി 2010 ഇടയിലായിരിക്കണം. ഇനി ഡിപ്ലോമ BSc ഇൻ ഫാർമസി ലെവലുള്ള ട്രേഡിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 ജനുവരി 2003 1 ജനുവരി 2008 ഇടയിൽ ജനിച്ച ഒരു കേഡറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്, അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ 10+2 ലെവലുള്ള ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ PCB പഠിച്ചൊരു കേഡറ്റ് ആയിരിക്കണം. PCB എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചൊരു കേഡറ്റ് ആയിരിക്കണം. ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, അതായത് PCM ഉള്ള കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. +2 നിങ്ങൾ തീർച്ചയായിട്ടും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചൊരു കേഡറ്റ് ആയിരിക്കണം. ഓവറോൾ നിങ്ങൾക്ക് 50% മാർക്ക്
മാർക്ക് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിന് നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡിപ്ലോമ ആൻഡ് BSc ഇൻ ഫാർമസി ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഓവറോൾ 50% മാർക്ക് വേണം. ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളും PCB പഠിച്ച ഒരു കേഡറ്റ് ആയിരിക്കണം. ഇംഗ്ലീഷും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റ് ആണ് 152 സെന്റിമീറ്റർ. വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജും ഹൈറ്റും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആയിരിക്കണം. ചെസ്റ്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 77 സെന്റിമീറ്റർ ആയിരിക്കണം. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇതാണ് PST ഇവന്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് നോക്കാം. ഇവിടെ സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ആയിട്ടാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ് നടക്കാൻ പോകുന്നത്. സ്റ്റേജ് 1 ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്, അതായത് ഓൺലൈൻ എക്സാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റേജ് 1 കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റേജ് 1 എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. ടോട്ടൽ ക്വസ്റ്റ്യൻ 50 വരുന്നതായിരിക്കും. ടോട്ടൽ മാർക്സ് 50 ആണ്. എക്സാം ടൈം 45 മിനിറ്റ്സ് ആണ്. സിലബസ് നോക്കുക കുട്ടികളെ. രാഗയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ. രാഗ എന്ന് പറഞ്ഞാൽ റീസണിങ്, GK, മാത്സ് ആണ്. ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. എത്രയാണ്? 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. ഓരോ കറക്റ്റ് ആൻസറിന് നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും. ഇതാണ് എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റന്റ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇതനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ഇനി ഇതിന്റെ സിലബസും മറ്റ് അപ്ഡേറ്റഡ് വീഡിയോസും നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ സ്റ്റേജ് 1 പാസ്സാവുന്നു. സ്റ്റേജ് 1 പാസ്സായതിനു ശേഷം സ്റ്റേജ് 2 നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയാണ്. ഫസ്റ്റ് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അതിനുശേഷം PFT ആണ്. PFTയിൽ വരുന്ന ഈവന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൽ കേഡറ്റിന് വരുന്ന 1.6 കിലോമീറ്റർ റണ്ണിംഗ് 7 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. നെക്സ്റ്റ് ഈവന്റ് ആണ്. സ്റ്റാർട്ടിംഗിൽ പുഷപ്പ് ആണ്, 10 പുഷപ്പ് എടുത്തിരിക്കണം. നെക്സ്റ്റ് സിറ്റപ്പ് ആണ്, 10 സിറ്റപ്പ് എടുക്കണം. സ്ക്വാഡ്സ് 20 എടുത്തിരിക്കണം. ഇത്ര എടുത്താൽ മാത്രമേ നിങ്ങൾ ഫേസ് 2 PFT എന്നൊരു ഈവന്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. അതിനുശേഷമുള്ള ഇമ്പോർട്ടൻറ്റ് ഈവന്റ് ആണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1 ആൻഡ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2. 1 എന്ന് പറഞ്ഞാൽ SRT ആണ്, സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്. 30 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. 40 മിനിറ്റിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇത് രണ്ടും ക്വാളിഫൈ ചെയ്താൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യണം. സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം വളരെ ഈസി ആയിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നിങ്ങൾ മെഡിക്കലാണ് വരാൻ പോകുന്നത്. ഇതാണ് മെഡിക്കൽ എന്ന് പറയുന്നത്. ഈ മെഡിക്കൽ പ്രോസസ്സ് കഴിഞ്ഞാൽ ഫൈനൽ ലിസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കൂ കുട്ടികളെ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിസ്റ്റേക്ക് ഒന്നും കാണിക്കരുത്. ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾ മിസ്റ്റേക്ക് കാണിച്ചാൽ ഫോമിൽ ഇങ്ങനെ വീഡിയോ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യുക. നാളെ തന്നെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ് ആണ് 550 രൂപ പ്ലസ് GST ആണ്. GST എന്ന് പറഞ്ഞാൽ 80% GST ആണ് ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ MAക്ക് അപ്ലൈ ചെയ്തൊരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എയർഫോഴ്സ് വൈ ട്രേഡിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 ട്രേഡിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ട്രേഡിന്റെ ഫീസ് മാത്രം നിങ്ങൾ അവിടെ പേ ചെയ്താൽ മതി. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രീവിയസ് ഇൻടേക്കിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ്. എയർഫോഴ്സിലേക്ക്, അതുപോലെ ഇത് നേവിയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ്. ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതലും കുട്ടികൾ ആർമി, നേവി, എയർഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അത് 2023, 24, 25 അപ്ഡേറ്റ് എടുത്താൽ തന്നെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ ഈ ഒരു എയർഫോഴ്സ് ജോബ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എക്സിന്റെ ടോട്ടൽ ഫീസ് 4000 ആണ്. വൈയുടെ ടോട്ടൽ ഫീസ് 2500 ആണ്. പിന്നെ മെഡിക്കൽ അസിസ്റ്റന്റിന്റെ ടോട്ടൽ ഫീസ് 4000 ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സസ് കിട്ടും, റെക്കോർഡഡ് സെഷൻ ക്ലാസ്സുകൾ കിട്ടും, ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്, ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇവിടെ നിന്ന് ഫുൾ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സ്റ്റേജ് 2 നിങ്ങൾക്ക് അപ്ഡേറ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ആന ഡിഫൻസ് അക്കാഡമി വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. കറക്റ്റ് അപ്ഡേറ്റിനായിട്ട് ആ ഒരു ചാനൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.